എതിർപ്പുകൾ ശക്തമാകുന്നതോടുകൂടി എതിർപ്പുകൾ വരുന്നിടങ്ങളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ദേവസ്വം ബോർഡ് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാരെയും മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ എന്നും ഹൈന്ദവ സംഘടനകളായി സഹകരിക്കാൻ ഇക്കാര്യത്തിൽ കഴിയുന്നില്ല എന്നുമാണ് ദേവസ്വം ബോർഡിൻ്റെ പരാതി. തീർച്ചയായും ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ അയ്യപ്പ സംഗമത്തിലേക്ക് സ്റ്റാലിനെ പോലെയുള്ള ആളുകൾ എത്തുന്നതുകൂടി ആ രാഷ്ട്രീയം അവിടെ വ്യക്തമാവുകയാണ്. തീർച്ചയായും ശബരിമലയിൽ ഇത് രാഷ്ട്രീയ നാടകമാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ രാഷ്ട്രീയ നാടകത്തിന് വേദിയാക്കാൻ ശബരിമലയെ അനുവദിക്കില്ല എന്നാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ വലിയൊരു വിഭാഗം ഭക്തരും എല്ലാം പറയുന്നത്. എതിർപ്പ് ശക്തമാണ് എന്ന് ദേവസ്വം ബോർഡിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ 2018 ചെയ്യുന്ന കാര്യവും 2025 ചെയ്യുന്ന കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഒരു സാധാരണക്കാരന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2018 ശബരിമലയോട് എന്താണോ നിങ്ങൾ ചെയ്തത് അത് തന്നെയാണ് 2025 നിങ്ങൾ ചെയ്യുന്നത്. 2018 നിങ്ങൾ ആചാര ലംഘനം നടത്തുന്നു എന്ന് ഇവിടെ എന്താണ് ഇവിടെ അയ്യപ്പ സംഗമം അല്ലേ 2025 നടത്തുന്നത്, അത് നല്ലതല്ലേ എന്നൊരു സാധാരണക്കാരൻ ചിന്തിക്കുക. പക്ഷെ നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. 2018 ഇവർ ശബരിമല എന്താണ് ചെയ്തത്? അവർ അവിടെ അതിനെ രാഷ്ട്രീയ ഒരു വേദിയാക്കി മാറ്റി. അവരുടെ രാഷ്ട്രീയം ഇടിച്ചിറക്കാനുള്ള ഒരു വേദിയാക്കി ശബരിമലയെ മാറ്റി. അത് തന്നെയാണ് അവരിപ്പോഴും ചെയ്യുന്നത്. ശബരിമല